KGF-ിലൂടെ ഇന്ത്യയൊട്ടാകെ ഒട്ടനവധി ആരാധകരെ സ്വന്തമാക്കിയ പ്രശാന്ത് നീൽ എന്ന സംവിധായകൻ റെബൽ സ്റ്റാർ എന്ന വിശേഷണമുള്ള പ്രഭാസുമായി ഒന്നിക്കുന്നു എന്നറിഞ്ഞതു മുതൽ സിനിമാ ആസ്വാദകർ കാത്തിരിക്കുകയായിരുന്നു സലാറിനു വേണ്ടി. ചിത്രത്തിലെ പൃഥ്വിരാജിന്റെ സാന്നിധ്യം മലയാളികൾക്കും ആവേശമായി. ആരാധകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പ് വെറുതെ ആയില്ലെന്ന് അടിവരയിടുകയാണ് സലാർ. പ്രശാന്ത് നീലിന്റെ സലാറിനെ ഒരു സ്റ്റൈലിഷ് ആക്ഷൻ ഡ്രാമ എന്ന് വിശേഷിപ്പിക്കാം. 2 ഭാഗങ്ങളായിട്ട് എത്തുന്ന സലാറിന്റെ ആദ്യ ഭാഗമായ സലാർ പാർട്ട് 1 സീസ് ഫയർ ആണ് ഇപ്പോൾ റിലീസായത്. മുൻ ചിത്രങ്ങൾ പോലെ ഇത്തവണയും ആക്ഷനൊപ്പം വൈകാരിക രംഗങ്ങളും സംവിധായകൻ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആത്മസുഹൃത്തുക്കളായ 2 പേർ ശത്രുക്കളായ കഥയെന്ന ഒറ്റ വാചകത്തിൽ സലാറിനെ വിശേഷിപ്പിക്കാം. പക്ഷേ അതിനു മുകളിൽ കഥ പറഞ്ഞു പോകുന്നുണ്ട് ചിത്രം. വരദരാജ് മന്നാർ എന്ന കഥാപാത്രമായി പൃഥ്വിരാജ് എത്തുമ്പോൾ ദേവ എന്ന സലാർ ആയിട്ടാണ് പ്രഭാസ് വേഷമിട്ടിരിക്കുന്നത്. വരദരാജ് മന്നാർ എന്ന സുൽത്താന്റെ അപ്രഖ്യാപിത പോരാളിയാണ് ദേവ. രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ ഉൾപ്പെടാതെ സ്വന്തം നിയമങ്ങളും വ്യവസ്ഥകളും അനുസരിച്ച് ഭരണം നടത്തുന്ന ഗാൻസാർ എന്ന പ്രദേശത്തെ ചുറ്റിപ്പറ്റിയാണ് ചിത്രത്തിന്റെ കഥ നടക്കുന്നത്. 100ഓളം നാട്ടുരാജ്യങ്ങൾ ചേരുന്ന ഗാൻസാറിന്റെ ഭരണത്തലവനാകാൻ സിംഹാസനത്തിലിരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഏറെയാണ്. പരസ്പരം ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാകുന്ന 2 ആത്മസുഹൃത്തുക്കൾ അധികാരം നേടാൻ പടവെട്ടുന്നവരുടെ ഇടയിൽ അകപ്പെട്ടു പോവുകയാണ്. തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ആക്ഷന്റെയും വൈകാരിക രംഗങ്ങളുടെയും പശ്ചാത്തലത്തിൽ പ്രശാന്ത് നീൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഗ്യാൻസാറിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പേ സുഹൃത്തിനോട് വിട പറഞ്ഞുകൊണ്ട് പടിയിറങ്ങിയ ദേവ എങ്ങനെ തിരിച്ച് അവിടേക്ക് എത്തുമെന്ന ആകാംക്ഷ നിലനിർത്തിയാണ് ചിത്രം പുരോഗമിക്കുന്നത്. ശ്രുതി ഹാസനാണ് ചിത്രത്തിലെ നായിക. ജഗപതി ബാബു, ഈശ്വരി റാവു, ശ്രീയ റെഡ്ഡി എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ശക്തമായ തിരക്കഥയാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നടക്കുന്ന കഥകൾ ചിത്രത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. വരദരാജ് മന്നാറും ദേവിയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം ആദ്യ രംഗം മുതൽക്കേ സംവിധായകൻ പ്രേക്ഷകനിലേക്ക് എത്തിക്കുന്നുണ്ട്. KGF-ിലേതുപോലെ അമ്മ മകൻ സ്നേഹബന്ധത്തിനും ചിത്രത്തിൽ നിർണായകമായ പ്രാധാന്യമുണ്ട്. ഗാൻസാർ എന്ന ലോകത്തെയും അവിടുത്തെ കഥാപാത്രങ്ങളെയും പരിചയപ്പെടുത്തുന്നതിലും അവരുടെ ബലവും ബലക്ഷയവും ചൂണ്ടിക്കാട്ടുന്നതിലുമാണ് ആദ്യ ഭാഗത്തിൽ സംവിധായകൻ ഊന്നൽ നൽകിയിരിക്കുന്നത്. ആക്ഷൻ രംഗങ്ങളും ത്രില്ലടിപ്പിക്കുന്ന നിമിഷങ്ങളും ഉണ്ടെങ്കിലും വൈകാരികമായി പ്രേക്ഷകനെ സ്പർശിക്കുന്ന തരത്തിൽ ചിത്രമൊരുക്കാനാണ് പ്രശാന്ത് നീൽ ശ്രമിച്ചിരിക്കുന്നത്. താരസമ്പന്നമായ ചിത്രത്തിൽ പ്രഭാസും പൃഥ്വിരാജും ഒരുപോലെ മികവ് പുലർത്തി. പ്രഭാസിന്റെ ആക്ഷൻ രംഗങ്ങളും മാനറിസങ്ങളും ആരാധകരെ തൃപ്തിപ്പെടുത്തു. ഒരു പാൻ ഇന്ത്യ ചിത്രത്തിൽ പൃഥ്വിരാജിന് ലഭിച്ച വരവേൽപ്പ് അതിഗംഭീരമാണ്. ആക്ഷൻ രംഗങ്ങളിലും വൈകാരിക നിമിഷങ്ങളിലും ഒരേപോലെ താരം മികവ് പുലർത്തി. ചിത്രത്തിനായി ഒരുക്കിയ അതിഗംഭീരമായ സെറ്റുകൾ പ്രേക്ഷകനെ അമ്പരിപ്പിക്കുന്നതാണ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.